അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദേവിയുടെ മഹത്തായ ലളിതാ സഹസ്രനാമം നാമജപ യജ്ഞത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? കേൾക്കാം അല്ലേ? എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണം. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു നാമജപ യജ്ഞം സനാതന ധർമ്മികളായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും, ഇതിനകത്ത് മറ്റു മതക്കാരും ഉണ്ട്, എങ്കിലും ഭാരതത്തിൽ ജനിച്ച എല്ലാവരും സനാതന ധർമ്മികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊരു റിലീജിയൻ ഒന്നുമല്ല, ഇത് മഹത്തായ ഒരു സംസ്കാരമാണ്. പക്ഷെ ഈ സംസ്കാരം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ ആശയങ്ങളും ഈ സനാതന ധർമ്മവും അടുത്ത തലമുറയ്ക്ക് നശിക്കാതെ കൈമാറ്റം ചെയ്യാൻ കഴിയുകയാണ്. ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു മഹത്തായ ഒരു മാർഗനിർദ്ദേശമാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതൊരു രാഷ്ട്രീയമോ മതമോ ഒക്കെ അതിര് കവിഞ്ഞ് മറികടന്ന് എല്ലാ വ്യക്തികളുടെയും ലൈഫിനെ ബെറ്റർ ആക്കാനുള്ള ഒരു സയന്റിഫിക് സിസ്റ്റമായിട്ട് ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശം. ഈ കൂട്ടായ്മയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും നൽകുന്നു എന്ന് പറയുന്നത് വിലയില്ലാത്തത് കൊണ്ടല്ല, എല്ലാ വ്യക്തികൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദേവിയെക്കുറിച്ച് അറിയാനും ഈശ്വരനെ കുറിച്ച് അറിയാനും സയന്റിഫിക് ആയിട്ട് പഠിക്കാനും ജീവിതത്തിൽ പ്രായോഗികമായി മാറ്റങ്ങൾ ഉണ്ടാക്കി ഉയർന്ന നേട്ടങ്ങളിലേക്ക് എത്താനും ആത്മസാക്ഷാത്കാരം വരെ എങ്ങനെ എത്തിച്ചേരാമെന്നും അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കാനും കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ യജ്ഞം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ വീടുകളിലേക്കും ഇത് എത്തിച്ചേരണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഫ്രീ ആയിട്ട് ഒരുപാട് ലളിതാ സഹസ്രനാമ പുസ്തകങ്ങൾ ഒരുപാട് വീടുകളിൽ കൊടുത്തേക്കാം എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നപ്പോൾ അത് അങ്ങനെ കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. രശ്മി എന്ന് പറഞ്ഞൊരു വ്യക്തി, അതുപോലെ പല വ്യക്തികളും ഈ ഒരു സംവിധാനം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അക്ഷയം പ്രയത്നിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുകയും അവരെ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും വലിയ പുണ്യമായിരിക്കും. അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറുമ്പോൾ അവരെന്നും നമ്മളെ ഓർക്കും. ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഭയങ്കരമായ ഗുണം ചെയ്യും ഫ്യൂച്ചറിൽ. ആ ഒരു പരമ്പരയിൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗമാവുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം. അപ്പൊ അതുകൊണ്ട് കൊടുക്കും തോറും ഏറിടും എന്ന് പറയുന്ന വിദ്യ ശ്രീവിദ്യ തന്നെയാണ്. ആളുകളിലേക്ക് ദേവിയെക്കുറിച്ചുള്ള അറിവുകൾ മാക്സിമം എത്തിച്ചാൽ തീർച്ചയായിട്ടും ദേവിക്ക് നമ്മളിലൂടെ അവരിലേക്ക് ഒഴുകി മറ്റുള്ളവരിലേക്ക് ഒഴുകി അങ്ങനെ പോകേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വാഴ നനയ്ക്കുമ്പോൾ ചീരയെ നനഞ്ഞോളും എന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അത് ഗുണങ്ങളായിട്ട് വരുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ബുദ്ധമണ്ഡലങ്ങൾ എന്ന് ഓഷോ പറയുന്ന, അല്ലെങ്കിൽ ശക്തിമണ്ഡലം എന്ന് പറയുന്ന ശ്രീവിദ്യ ശക്തി മണ്ഡലം ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ വളരെ എഫക്റ്റീവായ രീതിയിൽ ഇപ്പൊ നമ്മുടെ പദ്ധതികൾ പഠനവും അതുപോലെ പ്രാക്ടീസും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് വേൾഡ് വൈഡായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ തന്നെ പല രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ സമയം മാറ്റിവെച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, അതിലുപരി സ്വാഗതം ചെയ്യുന്നു. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു.
നാമജപയജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള ലളിതാ സഹസ്രനാമ ജപത്തിന് മുന്നോടിയായിട്ട് ദേവിയായിട്ടൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ അറിയാനും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് പല ടൈപ്പ് അർത്ഥതലങ്ങളുണ്ട് ലളിതാ സഹസ്രനാമത്തിന്. എങ്ങനെ ലളിതാ സഹസ്രനാമം ജപിക്കണമെന്നും എങ്ങനെ കാണണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ആദ്യത്തെ 3-4 വീഡിയോകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ വീഡിയോസ് ഇതുമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ സമയം കിട്ടുമ്പോൾ ബാക്കി പുറകിലേക്ക് പോയി ആദ്യത്തെ വീഡിയോസ് ഒന്നുകൂടെ കാണുക. അതുപോലെ ഒരു നിമിഷം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക്, അതായത് ഗ്രൂപ്പിലേക്ക് പലർക്കും ഹീൽ ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് പല അസുഖങ്ങളും പല ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പല പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം ഒരു ഒരു ആശ്രയമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ ശ്ലോകം ജപിക്കുമ്പോൾ അവർക്കും ഈ സ്തോത്രത്തിന്റെ പുണ്യം നമുക്ക് കിട്ടുന്ന പോലെ തന്നെ അവർക്കും ഇതിന്റെ ഫലങ്ങളെല്ലാം കിട്ടി അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറണം എന്ന് നമുക്ക് എല്ലാവരും ഒന്ന് ബ്ലെസ് ചെയ്യാം. ദേവി ഒന്ന് പ്രാർത്ഥിച്ച് ദേവി ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ദേവി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പല ആളുകൾക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പേഴ്സണൽ മെസ്സേജ് എനിക്ക് അയച്ച് പറയുകയുണ്ടായി. അത് നിങ്ങൾ ഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് ഇടുക. അപ്പൊ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഈ പ്രോഗ്രാം അവർക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന കൂട്ട് തന്നെ പുണ്യം അവർക്കും കിട്ടട്ടെ. മുഴുവൻ കുലത്തിനും എന്റെ ഗുണം കിട്ടട്ടെ. ശ്രീവിദ്യ ഉപാസകരുടെ കുലത്തിനും എല്ലാവർക്കും കുലസങ്കേത പാലനയും ദേവി പറയുകൊണ്ട് അനുഗ്രഹം ലഭിക്കട്ടെ. ഓം ശ്രീ മാത്രേ. എല്ലാരും പ്രാർത്ഥിച്ചോ? നല്ലോണം പ്രാർത്ഥിച്ച് ദേവിയുടെ മൂലമന്ത്രം അറിയാവുന്നവർ മൂലമന്ത്രം ജപിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓക്കെ, അവർക്കെല്ലാം ഗുണങ്ങൾ കിട്ടട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശകലനം ചെയ്ത ശ്ലോകം എന്ന് പറയുന്നത് ധ്യാന ശ്ലോകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശകലനം ചെയ്ത ധ്യാന ശ്ലോകം ശ്രീവിദ്യാം ശാന്തമൂർത്തി സകലസുരാം സുരസമ്പൽ സകുങ്കുവിലേപനാം മളുകു ചുംബിക സ്തൂര്യാം സമന്തകശേഷണം സശരാപ പാശാങ്കുശം അശേഷജനമോഹിനിയും അരുണമല്യ ഭൂഷാംബരം ജപാകുസുമപാസുരം ജപവിദു സ്മരിയദംബിക. ഇതല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ധ്യാന ശ്ലോകത്തിന്റെ ലാസ്റ്റ് പോർഷനാണ്. ഓം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണശാപം അനിമാദിഭിരാവൃതാമയൂഹേ അഹമിത്യേവ വിഭാവേ ഭവാനി. ഓം ആദിപരാശക്തിയായ മഹാ ലളിതാ ത്രിപുര സുന്ദരിയെ സ്തുതിച്ചുകൊണ്ട് ആ ധ്യാനം കരുണാതരംഗിത സിന്ദൂരവർണം അരുണമായ കരുണയുടെ തരംഗങ്ങൾ. അരുണമായ കരുണയുടെ തരംഗങ്ങൾ എന്നും പറയും. അരുണമായ കണ്ണുകൾ, ആ കണ്ണുകളിൽ നിന്ന്, അതായത് ചുമന്ന കളറിലുള്ള കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്നത് മുഴുവൻ കരുണയാണ്. ദേവിക്ക് നമ്മളോട് ഭയങ്കര കരുണയും സ്നേഹവും വാത്സല്യവുമാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭാവവും ദേവിയുടെ ഭാവവും കൂടെയാണ് ധ്യാന ശ്ലോകത്തിൽ പറയണം. ആദ്യം മുതലേ നമ്മൾ അത് കേട്ടവർക്ക് അത് മനസ്സിലാവും. നമ്മളെങ്ങനെ ഇരിക്കണം എന്നുള്ളതും ദേവി നമ്മളിലേക്ക് വരാൻ, നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മളെങ്ങനെ ഇരിക്കണം എന്നുള്ളത് കൂടെയാണ് ഇവിടെ പറയുന്നത്. കരുണാതരംഗിതാക്ഷ്യം, കരുണയുടെ തരംഗങ്ങൾ നിറഞ്ഞ കണ്ണുകൾ. വൈബ്രേഷനായിട്ടാണ് ആ കരുണ നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. തരംഗങ്ങളായിട്ടാണ്. ദേവി തരംഗ സ്വരൂപിണിയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. പ്രാണനാണ് ആദിപരാശക്തി എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ തന്നെയാണ് ആദിപരാശക്തി. അതിന്റെ പോസിറ്റീവായിട്ടുള്ള കരുണ നിറഞ്ഞ വൈബ്രേഷൻ ആയിട്ടാണ് ദേവി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ.
കരുണാ തരംഗിതാക്ഷിയും. കണ്ണുകളാണ്. എന്ത് കണ്ണ്? ജ്ഞാനചക്ഷുസ. അർജുനന് കൃഷ്ണൻ ജ്ഞാനചക്ഷുസ് കൊടുക്കുകയുണ്ടായി. എന്ത്? പ്രസന്റിൽ ഇരിക്കുമ്പോൾ, വർത്തമാന കാലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട്. അർജുനൻ ഇവരെയെല്ലാം കൊല്ലണ്ടേ? എന്റെ ബന്ധുക്കളല്ലേ, സുഹൃത്തുക്കളല്ലേ, ഗുരുവല്ലേ, പിതാമഹൻ നിൽക്കുന്നു, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും? തളർന്നിരുന്നപ്പോൾ ജ്ഞാനചക്ഷുസ്. ജ്ഞാനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസന്റിലേക്ക് വരണം. വർത്തമാനകാലത്തിൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. പാസ്റ്റിലും ഫ്യൂച്ചറിലും പ്രവർത്തിക്കില്ല. പ്രസന്റിലേക്ക് വരുമ്പോൾ നമ്മളിലേക്ക് എല്ലാ ജ്ഞാനവും വന്നു ചേരുന്നത്. പാസ്റ്റിൽ നിന്നുകൊണ്ട് അർജുന നീ അവരെ നോക്കുമ്പോൾ മാത്രമാണ് അവര് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കുന്നത്. കം ടു പ്രസന്റ്. നീ പ്രസന്റിലേക്ക് വന്നാൽ അവര് ബന്ധുക്കളാണെങ്കിൽ എവിടെ നിൽക്കണം? അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണം? തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിൽക്കണം, അല്ലേ? പ്രസന്റിലെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ പറ്റൂ. ആ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ കാണുന്നില്ല. അതായത് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ആ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് മനസ്സിന്റെ പിടിയിലാണ്. അതാണ് പതഞ്ജലി യോഗശിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ. യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വൃത്തിയെ നിരോധിക്കലാണ്. മനസ്സുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുക ഇന്ദ്രിയങ്ങൾക്ക്. മനസ്സ് വരുമ്പോൾ അവർ പഴയ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ആവും. എന്നാൽ പ്രസന്റിലേക്ക് കണ്ണ് തുറന്ന് കണ്ണിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ, പ്രാണൻ ശ്രദ്ധിച്ചാൽ, പ്രസന്റിൽ ശ്രദ്ധിച്ചാൽ അവർ ശത്രുക്കളാണെന്ന് തിരിച്ചറിയാൻ നിമിഷങ്ങൾ മതി. ജ്ഞാനം ഉണ്ടാവുന്നു. യഥാർത്ഥ ജ്ഞാനം പ്രസന്റിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശരിയല്ലേ, അവരെവിടാ നിൽക്കുന്നത്? ശരിയാണല്ലോ, ബന്ധുക്കളാണെങ്കിൽ എന്റെ കൂടെയല്ലേ നിൽക്കുന്നത്. പക്ഷെ മെമ്മറിയിലോട്ട് പോയാലോ അവര് ബന്ധുക്കളാണ്. നമുക്കിപ്പോഴും പലപ്പോഴും പറ്റാറില്ല ഈ മിസ്റ്റേക്ക്, അല്ലേ? അല്ലെ? അച്ഛൻ അല്ല എന്തോ മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. കൊല്ലാൻ വരുമ്പോഴും അമ്മ നിന്നു കൊടുക്കുന്ന എന്താ? അവൻ മകനാണെന്നുള്ള പാസ്റ്റിലെ ഒരു ബന്ധത്തിൽ കുടുങ്ങിയാണ്. പക്ഷെ അവൻ ഇപ്പൊ കൊല്ലാനാണ് നിൽക്കുന്നത്. ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ അല്ലേ അവനെ എന്തെങ്കിലും ചെയ്യണോ? അത് പറ്റുന്നില്ല. കാരണം എന്താ? പറ്റും, യഥാർത്ഥത്തിൽ പറ്റും. പക്ഷെ ഈ ജ്ഞാനചക്ഷുസ് ഇല്ലാത്തത് കൊണ്ട്, പ്രസന്റിന്റെ ഓപ്പൺനെസ് ഇല്ലാത്തത് കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ഡേറ്റ ഉള്ളിലേക്ക് കയറുന്നില്ല. മനസ്സിനകത്ത് കുടുങ്ങി കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നു. ബോധത്തിൽ വന്ന് ഇന്ദ്രിയങ്ങൾ തട്ടുന്നില്ല, ഇന്ദ്രിയങ്ങളുടെ ഡേറ്റ തട്ടുന്നില്ല. ഇന്ദ്രിയങ്ങൾക്ക് നേരിട്ട് ബന്ധം ബോധവുമായിട്ടാണ്. മനസ്സ് അതിൻ്റെ ഇടയിലെ ശല്യം മാത്രമാണ്. പട്ടിയും പൂച്ചയൊക്കെ ജീവിക്കുന്ന എങ്ങനെ? അതുപോലെ ജീവിക്കണം. അപ്പോൾ പ്രസന്റിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിലുള്ള ഇൻഫർമേഷൻ നേരിട്ട് ബോധത്തിൽ വന്ന് തട്ടും. ഇല്ലെങ്കിൽ പാശിലോട്ട് നിന്ന് കഴിഞ്ഞാൽ മൈൻഡ് വർക്ക് ചെയ്യുകയും അപകടം വരും, വിഷമം വരികയും ചെയ്യും. ഫ്യൂച്ചറിലോട്ട് പോയ ടെൻഷൻ വരും. അയ്യോ ഇനി ഇവരെല്ലാം ഞാൻ കൊല്ലണ്ടേ? അച്ഛനും വിചാരിക്കുന്നു. നീ കൊല്ലണ്ട, അമ്മ അയച്ചാൽ മതി, എല്ലാവരും ഒന്നും മരിക്കത്തില്ല, പേടിക്കണ്ട, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ മരിക്കണമെന്ന് എന്ന് പറയാണ്. നിന്റെ കർമ്മം ചെയ്യുക, ഫ്യൂച്ചറും പാസ്റ്റും ആലോചിക്കാതെ. നീ ക്ഷത്രിയാണ്. തസ്മാതുത്തിഷ്ട കൗന്ദയ, എഴുന്നേറ്റാലും യുദ്ധം ചെയ്യാലും നിന്റെ വാസന ഏതാണ്? നിന്റെ വാസനാപരമായ കർമ്മം പ്രസന്റിൽ ചെയ്താൽ നിനക്ക് വിജയിക്കാമെന്ന് പറയാം. ജ്ഞാനചക്ഷുസ്. എന്ത് കർമ്മം ചെയ്യണം എന്നുള്ള ധർമ്മബോധം അറിയണമെങ്കിലും പ്രസന്റിലേക്ക് വരണമെങ്കിലും ഒക്കെ കണ്ണു തുറന്ന് പ്രസന്റിലേക്ക് വരണം. അപ്പം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ കാണുന്ന ഒരു ഉൾക്കൊണ്ട് മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്ന ബോധം, ആ ബോധത്തിന്റെ കണ്ണ്, അതാണ് ശരിക്കും ദേവി. ആ കണ്ണിൽ നിന്ന് പ്രവഹിക്കുന്നത് കരുണാതരംഗദാക്ഷ്യം, കരുണയുടെ തരംഗങ്ങളാണ്. വലിയ വലിയ യോഗിമാരൊക്കെ അങ്ങനെയാണ്. ശിവപ്രഭാകർ സിദ്ധയോഗികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ ക്രൂരമായിട്ടൊക്കെ ആളുകളോട് പെരുമാറും, ഒരു ദേഷ്യത്തിലൊക്കെ. എന്തൊക്കെ പുറമേ കണ്ടാലും പാവങ്ങളുടെ കണ്ണനീര് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണീര് വരാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കരുണ ഏറ്റവും വലിയൊരു രസമാണ് ഈശ്വരന്റെ. കരുണാതരംഗിതാക്ഷ്യം. അപ്പൊ നമ്മളും ആ ബോധത്തില്, ആ കരുണയിൽ വേണം വിലാസറാമൻ ജീവിക്കാൻ. അതെങ്ങനെ കരുണയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് പോലും കരുണ കാണിക്കണം, ക്ഷമിക്കാൻ സാധിക്കണം. അത് നമ്മൾ പറഞ്ഞു. അതായത് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ എന്നൊരു സംഗതിയുണ്ട്. ഒരു കക്ഷി നമ്മുടെ സാറുണ്ട്, അദ്ദേഹം എല്ലാവർക്കും ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. പ്രകൃതി ചികിത്സയുടെ ഒരു ചികിത്സകനൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയും ഭർത്താവും കൂടെ വന്നു. ക്യാൻസർ ആണ്, മാറുന്നില്ല, ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അസുഖം കുറയുന്നില്ല, മരുന്നുകൾ ഫലിക്കുന്നില്ല. എന്താണെന്ന് തിരക്കിയപ്പോൾ ഉത്തരമൊന്നും പറയാൻ പറ്റുന്നില്ല, ആർക്കും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ കൊടുത്തു. ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ എങ്ങനെയാണ്? നമ്മൾ കൈ വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് പറയണം,
ഞാൻ ആരോടെങ്കിലും ഒക്കെ എല്ലാവരോടും തെറ്റ് ചെയ്ത എല്ലാ ആളുകളും എന്നോട് ക്ഷമിക്കണം. രണ്ടാമത്, ഞാൻ എന്നോട് തെറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പം അപ്പൊ ഈ ആദ്യത്തെ നമുക്ക് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. എന്ത് ഞാൻ ഞാൻ തെറ്റ് ചെയ്ത എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഓക്കെ. ഈ രണ്ടാമത്തേതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. എന്നോട് തെറ്റ് ചെയ്ത ആളുകളോടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കും. അതൊരു ചെറിയ സംഗതിയല്ല. മാത്രമല്ല, ഓരോരുത്തരും ഇത്രയും പറഞ്ഞിട്ട് പേരെടുത്ത് പറയണം. അത് കുറച്ച് കഠിനമാണ്. എന്താണ്? ആത്മാർത്ഥമായിട്ട് പറയണം, കള്ളം പറയാൻ പാടില്ല. നെഞ്ചത്ത് കൈ വെച്ച് ആത്മാർത്ഥമായിട്ട് പറയണം. ഞാൻ എൻ്റെ അച്ഛനോട് ക്ഷമിക്കുന്നു, അമ്മയോട് ക്ഷമിക്കുന്നു, സഹോദരനോട് ക്ഷമിക്കുന്നു, സഹോദരിയോട് ക്ഷമിക്കുന്നു, ബന്ധുക്കള് ഇന്ന പേര് പറഞ്ഞ സുരേഷ് അല്ലെങ്കിൽ രാജീവ് എന്നൊരാളുണ്ടെങ്കിൽ ആ രാജീവിനോട് അയാൾ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെയ്തൊക്കെ ക്ഷമിക്കണം. അയാൾ എന്നോട് ചെയ്ത് എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ പറയണം. പറഞ്ഞു വന്നപ്പോ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റുകൾ പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു. അച്ഛനോട് ക്ഷമിക്കണം, അത് പറഞ്ഞു. പക്ഷെ അച്ഛനോട് അത് പറയാൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ട് കള്ളമായി പോകും. പറയാൻ പറ്റുന്നില്ല. വിമ്മിഷ്ടം, ബഹളം, കരച്ചില്, പിഴിച്ചില്, ബഹളം. ചോദിച്ചു എന്തായാലും അച്ഛനോട് ക്ഷമിച്ചൊന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ പെണ്ണിനെ കന്യാസ്ത്രീയാക്കാൻ കൊണ്ടുപോയി വിട്ടു. ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു. ഈ അച്ഛൻ അവിടെ നിർബന്ധിച്ച് നേർന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ഉരുട്ടി കയറ്റി കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടുവിട്ടു. ഇവർക്കാണെങ്കിൽ ഈ പെണ്ണിന് ഇതൊട്ടും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. സ്വയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ല. അങ്ങനെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുവിട്ടു, നേർന്നു പോയി എന്നൊക്കെ പറഞ്ഞ്, ഇല്ലെങ്കിൽ ഭർത്താവിന്റെ മണവാട്ടിയാവാൻ പോയി. പുള്ളിക്കാലത്തേക്ക് അതൊന്നും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വന്ന് അവസാനം വേറൊരാളുമായിട്ട് പ്രണയത്തിലായി അവിടെ നിന്ന് ചാടിപ്പോന്നു. അങ്ങനെ അയാളാണ് ഇയാൾ. അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടന്നു. ഇപ്പൊ ഹാപ്പിയാണ്. പക്ഷെ ഈ അച്ഛൻ ഇങ്ങനെ കൊണ്ടുവിട്ട് അന്നുണ്ടായ മെന്റൽ ട്രോമയിൽ നിന്നും അച്ഛനോടുണ്ടായ പക ഈ കുട്ടിക്ക് ഈ ക്യാൻസർ ഉണ്ടാവാനും നിലനിൽക്കാനും കാരണം, മരുന്നുകൾ ഫലിക്കാതെ വരുന്നതിന് കാരണം അതാണ്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞെങ്കിലേ ഇത് അസുഖം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവസാനം ഈ കുട്ടി ഇത് പറയുകയുണ്ടായി, ഇങ്ങനെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ അസുഖങ്ങൾ ഈ കുട്ടിയുടെ ഈ മരുന്ന് ഫലിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഉള്ളിൽ ഇരുന്ന നമ്മുടെ എനർജിയെ തന്നെ കാർന്ന് തിന്നുന്ന, ക്യാൻസർ ഉണ്ടാക്കുന്ന, പ്രാണനെ തിരിക്കുന്ന ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഏറ്റവും ക്രൂരമായി നമ്മളോട് പെരുമാറുന്നതിന് കാരണമാകും. അതായത് നമ്മളെ ഒരാൾ അടിച്ചിട്ട് പോയാൽ അയാൾ എൻജോയ് ചെയ്ത് നടക്കുകയാണ്, ഹാപ്പി ആയിട്ട്. അയാളെ ഓർത്ത് കണ്ണീര് വീഴ്ച നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഏറ്റവും ക്രൂരത ചെയ്യുന്നത് അയാളാണോ, നമ്മളാണ്? അല്ലെ? നമ്മളൊരാൾ ചാണകം വലിച്ചെറിഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുവോ? നമ്മളങ്ങ് കളയത്തില്ലേ? എന്നാ നമ്മൾ പിടിച്ചോണ്ടിരിക്കും. പണ്ട് എന്നെ അയാൾ ഇങ്ങനെ ചെയ്തു, എന്നോട് പണ്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല, എന്റെ ഉള്ളിൽ കിടക്കുന്നു. അതങ്ങോട്ട് കളയാൻ പറ്റത്തില്ല. കൗൺസിലിങ്ങിലൊക്കെ ചില ആൾക്കാരുടെ ഫ്രീ ആവാൻ പറഞ്ഞ് അവർക്ക് ഒരിക്കലും ഫ്രീ ആവാൻ പറ്റൂല. അവരുടെ വലിയ വലിയ അസുഖങ്ങളൊക്കെ ഞാൻ മരിച്ചോളാം, എന്നാലും അവനോടുള്ള പക, വെറുപ്പ്, വിദ്വേഷം, സങ്കടം, ദുഃഖം, ദേഷ്യം, ഇതെല്ലാം വെച്ചുകൊണ്ട് ലളിതാസഹസ്രനാമം ജപിച്ചാലും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. അപൂർവം ചിലർക്ക് നെഗറ്റീവായിട്ട് വരാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ജപിക്കുന്ന എനർജി കുണ്ടലിന് റൈസ് ചെയ്യുകയും അത് കൃത്യമായി പാലാഴി മദനത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. അത് കൃത്യമായി ദേവിയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ ജപിച്ച് നെഗറ്റീവായി കരഞ്ഞു വിളിച്ചും ദേഷ്യപ്പെട്ടും പകയും സങ്കടം ഒക്കെ വെച്ചുകൊണ്ട് ജപിച്ചാൽ ഗുണത്തിന് പകരം ദോഷമാണ് വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ ആരോടെങ്കിലും പൂർണ്ണമായി ക്ഷമിച്ചാൽ പൂർണ്ണമായും ആ പ്രശ്നത്തിൽ നിങ്ങൾ അങ്ങ് ഫ്രീ ആവും. നമ്മളങ്ങ് ഫ്രീ ആവും അതിനകത്ത്. പിന്നെ നമ്മുടെ മൈൻഡിൽ അതില്ല. പിന്നെ നമ്മുടെ പ്രാണൻ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചുമന്നിട്ടാക്കണ്ട നെഗറ്റീവ്. ഇത് നമുക്ക് ഒരാളെ അടിക്കാൻ പറ്റിയ അതങ്ങ് തീരും. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചു, ഓഫീസിൽ ബോസ് ആണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് പ്രസന്റിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിക്കും. പക്ഷെ ഉള്ളിൽ മൊത്തം ഈ സപ്രസ്ഡ് ഇമോഷൻസ് ആണെങ്കിൽ അത് ശരിയാവത്തില്ല, അത്ര സുഖമില്ല. എന്തായാലും ജപിച്ചാൽ തീർച്ചയായിട്ടും ദോഷമൊന്നും വരത്തില്ല, ഫലം ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടൂല എന്നാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ദേഷ്യം പകയും സംഭവമൊക്കെ കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക.
എന്നിട്ട് ജപിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ദേവിക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുണയുടെ ഭാവത്തിൽ ഇരുന്നിട്ട് വേണം ജപിക്കാൻ. നമ്മൾ പറയണം ശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയണം. അപ്പം നമ്മൾ ഈ പറയുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇരിക്കുന്നത് വളരെ ഗുണകരമാണ്. പോട്ടെ നടക്കാൻ നമുക്ക് പറ്റും. എവിടെയും വിജയിക്കണം എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ. എല്ലായിടത്തും നമ്മൾ തന്നെ വിജയിക്കണം, നമ്മൾ തന്നെ സ്റ്റാർ ആയിരിക്കണം, നമ്മൾ തന്നെ വിജയിക്കണം. അതുകൊണ്ട് കുറെ തോറ്റു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഗുണമുള്ള കാര്യമാണ്. ഈ ലോകം തോറ്റുപോയവരുടെയും കൂടെയാണ്, വിജയിച്ചവരുടെ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് തോറ്റുപോയ ആൾക്കാരാണ് കൂടുതലുള്ളത്. നമ്മുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് തോറ്റുപോയവർ വിചാരിക്കും. അതുകൊണ്ട് തോറ്റുപോയ മനഃപൂർവ്വം തോറ്റു കൊടുത്തൊന്നും നഷ്ടമില്ല. ക്ഷമിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് സിമ്പിളായിട്ട് ഊരി വരാൻ പറ്റും. ഈഗോ ഉള്ളവർക്കാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. ഈഗോ ഉള്ളവരെയാണ് ബാധകൾ പിടിക്കുന്നത്. ഈഗോ ഉള്ളവരെ മാത്രമാണ് ബാധകൾ പിടിക്കുന്നത്. അവരാണ് ക്യാൻസർ വരെയുള്ള ദുരിതങ്ങൾ വരെ ഉണ്ടാക്കി കൊടുക്കുന്നതും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഈഗോ ഉള്ളപ്പോൾ ദേവിക്ക് നമ്മളിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കരുണയുടെ ഭാവത്തിൽ നിന്നിട്ട് കരുണാതരംഗിതാക്ഷിയും ധൃതപാശാങ്കുശ പുഷ്പബാണജാവാം. പുഷ്പബാണചാപങ്ങൾ, ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം, സ്പീഡ് എന്നൊക്കെ അർത്ഥമുണ്ട്, വേഗത എന്നൊക്കെ. അങ്ങനെയുള്ള പാശം കയറ് ദേവി പിടിച്ചേക്കുന്ന ഒരു കയ്യിലെ കയറ്, പാശാങ്കുശ പുഷ്പബാണചാപ, പുഷ്പബാണങ്ങളും വില്ലും, കരിമ്പ് വില്ലും, പുഷ്പബാണങ്ങൾ, ശരങ്ങൾ, കാമദേവന്റെ പുഷ്പശരങ്ങൾ, ആനത്തൊട്ടി, കയറും. ഇത്രയാണ് ദേവിയുടെ ആയുധങ്ങൾ. ഇതൊക്കെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായി പോകുന്ന ആദിപരാശക്തിയുടെ പ്രാണനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല എന്ന് ലളിതാസഹസ്രനാമത്തിൽ പിന്നീട് അടുത്ത നാമങ്ങളിൽ പറയുന്നുണ്ട്. രാഗസ്വരൂപമായ പാശം, ആഗ്രഹങ്ങളാകുന്ന പാശം, അത് കയറാണ്. നമ്മളെ ആഗ്രഹങ്ങളായിട്ട് കെട്ടിയിട്ടിരിക്കും. അങ്കുശം, കയറിട്ട് വലിക്കുക, അല്ലെ? ആഗ്രഹങ്ങളെ വേണ്ടാന്നല്ല, ആഗ്രഹങ്ങൾ എന്തിനാ ദൈവം കയ്യിലെടുത്തിരിക്കുന്നത്? ആഗ്രഹങ്ങളില്ല ലോകത്തൊന്നും നേടാൻ കഴിയില്ലല്ലോ. ഇത് ലോകത്തൊരു വലിയൊരു താജ്മഹൽ സ്വപ്നം കണ്ട ഒരാളാണ് താജ്മഹൽ ഉണ്ടാക്കിയത്, അല്ലെ? വലിയൊരു ക്ഷേത്ര സ്വപ്നം കണ്ട ആളാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. നെടുഞ്ചേരലാതൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ, അല്ലെ? കരികാല ചോളൻ, അല്ലെ? ഹിമാലയത്തിൽ പോയി കുടികുത്തിയ ആളാണ്. അപ്പൊ സ്വപ്നം കണ്ടവരുടെയാണ് ഈ ജീവിതം, ഈ ലോകം. അവരാണ് വിജയിച്ചിട്ടുള്ളത്. നമ്മൾ സ്വപ്നം കാണാം, നല്ല നല്ല സ്വപ്നങ്ങൾ നമുക്ക് കാണാം. രാഗം, ആഗ്രഹം. BMW സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇയാൾ BMW സ്വപ്നം കണ്ടു 30 ലക്ഷം 50 ലക്ഷത്തിന്റെ, എന്നാ ഒരു 5 ലക്ഷം രൂപ ടാക്സ് ഇല്ല. BMW സ്വപ്നം കണ്ടാൽ നമുക്ക് ചെറിയൊരു വാഹനമെങ്കിലും എടുക്കാം. അല്ല, ചെറിയ വാഹന സ്വപ്നം കണ്ടാൽ സൈക്കിളായിരിക്കും വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പൊ കുന്നോളം ആഗ്രഹിക്കുക, കുന്നത്ത് കുരുവോളം കിട്ടിയാലും ഹാപ്പി ആയിട്ടിരിക്കുക, അത് പ്രതീക്ഷിക്കേണ്ട, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, ആഗ്രഹങ്ങൾ ഉയർത്തിക്കൊണ്ട്. നമുക്ക് പ്രശ്നം എന്താ? നമ്മൾ വലിയ സ്വപ്നം കണ്ടിട്ട് കിട്ടിയില്ലെങ്കിൽ ദുഃഖമാവും എനിക്ക്. അപ്പൊ അതിലും ഭേദം സ്വപ്നം കാണാതിരുന്നാൽ പോലും. അങ്ങനെയല്ല, കർമ്മഫലം ആലോചിക്കാതെ കർമ്മം ചെയ്യാന്ന് ഗീത പറയുന്നത്. വലിയ സ്വപ്നങ്ങൾ കൊണ്ട് വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. അത് ചെറുത് വന്നാലും കുഴപ്പമില്ല, സന്തോഷമാണ്. പ്രവൃത്തിയിൽ തന്നെ ആ ലക്ഷ്യം പൂർത്തിയാകുന്ന രീതിയിൽ സന്തോഷത്തോടു കൂടി വാസനാപരമായ കർമ്മം ചെയ്യാനാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്. എത്ര മനോഹരമായ യജ്ഞപൂർവ്വമുള്ള കർമ്മം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം. എല്ലാ സഹസ്രാമ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് തന്നെ ദേവി തന്നോളും. നമ്മൾ അതിന്റെ പുറകെ നടക്കണ്ട, കർമ്മങ്ങൾ അങ്ങനെ ആകട്ടെ. അപ്പൊ എന്താ പറഞ്ഞേ? ഇച്ഛാശക്തിയായിട്ട്, ആഗ്രഹമായിട്ട്, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായിട്ട് പ്രവർത്തിക്കുന്ന ആദിപരാശക്തി, ആ പ്രാണനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശിവബോധം ഉപയോഗിക്കുന്ന ഉപകരണങ്ങള് എന്തൊക്കെയാണ്? പാശം എന്താ? കയറിട്ട്, ആഗ്രഹം കൊണ്ട് കയറിട്ട് വേണ്ടതിനെ വലിയ ഉയർന്നതിൽ തന്നെ കയറിടുക, വലിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കയറ്. അതുപോലെ തന്നെ കയറിട്ട് കെട്ടി നിർത്തുന്നതിനും വാസനകളെയും ആഗ്രഹങ്ങളെയും വേണ്ടത് കെട്ടി നിർത്തുവാൻ വേണം. അപ്പം കയറ് അതിനുള്ള ഉപകരണം. പാശ, അങ്കുശം. തോട്ടി എന്താ? ആനത്തോട്ടിയാണ്. ദേഷ്യമൊക്കെ അങ്ങോട്ട് ക്രോധാകാരാങ്കുശോചുല. എന്താണ് ദേഷ്യം? അങ്ങോട്ട് അടിക്കണം അവനെ ഞാൻ. ഈ ഉള്ളിലുള്ള ക്രോധം അങ്ങോട്ട് വരുമ്പോ ഒരു ആനത്തോട്ടിയിട്ട് ആനയുടെ പാപ്പാൻ കാലിന്റെ ഈ സൈഡിൽ ചെറിയതായിട്ട്
ഒരു ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ വേദന എടുത്തിട്ട് ആന അവിടെ നിൽക്കും. ഇതാണ് ആനത്തൊട്ടിയുടെ ഉപയോഗം. നമ്മൾ എന്ന് പറയുന്ന ആനയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ കയറിട്ടിട്ട് ആഗ്രഹങ്ങൾ ഉള്ളിൽ കാണണം, മാനിഫെസ്റ്റ് ചെയ്യണം. എനിക്ക് വീട് വേണം, കാറ് വേണം, എൻ്റെ കൂട്ടത്തിലുള്ള ഇന്ന് ഈ ഗ്രൂപ്പിലിട്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ അസുഖങ്ങൾ മാറണം. ഇതൊക്കെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യണം. എൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, എൻ്റെ വീട്ടുകാരുടെ രോഗങ്ങൾ മാറുന്നു, എനിക്ക് ദുരിതം വന്നു, എനിക്ക് സമ്പത്ത് വരുന്നു, ഐശ്വര്യം വരുന്നു. ഇത് താന്ത്രികന്റെ ഉദ്ദേശമാണ്. താന്ത്രികൻ ഇത് പറഞ്ഞിരിക്കണം ഉള്ളില്. സന്യാസി അല്ല താന്ത്രികൻ. പല താന്ത്രികരെ സന്യാസിമാര് വഴിതെറ്റിക്കുന്നു. ഇത് തെറ്റാണ്. നമുക്ക് ഇച്ഛയില്ലാത്ത ഒന്നും ലഭിക്കില്ല. പക്ഷേ നമ്മൾ ഈ ആഗ്രഹം ഉള്ളിൽ സങ്കല്പിച്ചാൽ അത് അപകടമാണ്. അത് സങ്കല്പം ഇതിനെതിരാണ്. ഇത് ചെറിയൊരു ഇന്റൻഷൻ ഇട്ട് കൊടുക്കുന്ന കാര്യമേ പറയുന്നത്. അല്ലാതെ സങ്കല്പിച്ച് വിഷ്വലൈസ് ചെയ്ത് ആയി കഴിയുമ്പോൾ പ്രാണൻ അതിന്റെ വഴിക്ക് പോവും, സങ്കല്പങ്ങൾ വേറൊരു വഴിക്കും പോവും. സങ്കല്പങ്ങളിലേക്ക് പോവരുത്. ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രം അവിടെ ഇട്ടേക്കാം. അതിനെ ഒരുപാട് വിഷ്വലൈസ് ചെയ്ത് വഴിതെറ്റിക്കരുത്. ഇത് പലർക്കും അറിയത്തില്ല. മാനിഫെസ്റ്റേഷന്റെ ബേസ് ആണ്. ദേവിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, ദേവി അങ്ങനെ എനിക്ക് റെഡിയാക്കി തരണം, ഇങ്ങനെ റെഡിയാക്കി തരണം. ദേവിക്ക് എല്ലാം അറിയാലോ. നമ്മൾ ജസ്റ്റ് അതിനൊരു സപ്പോർട്ട്, ഒരു ഇച്ഛ മാത്രം കൊടുക്കുന്നു, ആഗ്രഹം മാത്രം കൊടുക്കുന്നു. അതാണ് ക്രോധാകാര അങ്കുശോജുല. അപ്പം പാശ, അങ്കുശം, കയറ്, പുഷ്പബാണ ചാപം, കാമദേവന്റെ പുഷ്പബാണങ്ങൾ, അതിന് പേരൊക്കെ ഉണ്ട്. അപ്പൊ ഈ 5 പുഷ്പബാണങ്ങൾ വിശദമായിട്ട് പിന്നെ പറയാം. ആഗ്രഹമാണ്, അതും കാമകലയാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പുഷ്പബാണങ്ങൾ 5 അതുപോലെ കരിമ്പ് വില്ല്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, പഞ്ചതന്മാത്ര സായക, അത് ഈ ശരങ്ങള്. അപ്പം അങ്ങനെ പാശ, അങ്കുശം, പുഷ്പബാണം, ചാപം, ഇങ്ങനെ മനോരൂപേക്ഷ കോദണ്ഡം. കോദണ്ഡം മനസ്സിന്റെ രൂപത്തിലുള്ള വില്ലാണ്. പഞ്ചതന്മാത്ര സായകം, അമ്പ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിലൂടെയാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളെ പുറത്തേക്ക് വിടുന്നത്, അല്ലെ? അത് വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല, പിന്നെ പറയുന്നു. അതുപോലെ തന്നെ ഈ ഇത് വില്ല് മനസ്സുകൊണ്ട് ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. മനസ്സിനെ അടക്കാൻ പഠിക്കണം, എന്നാ മനസ്സിനെ ഉപയോഗിക്കാനും പഠിക്കണം. ബോധത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിലിരുന്ന് വേണം നമ്മൾ ജപിക്കാൻ. നമ്മുടെ ആഗ്രഹത്തെ അയക്കുന്നു, ക്രോധത്തെ അടക്കുന്നു, അതുപോലെ ആഗ്രഹത്തെ അയക്കുന്നു, അതുപോലെ ഈ മനസ്സുകൊണ്ട് ഇതിനെ ഗൈഡ് ചെയ്യുന്നു, ഓവറാവാത്ത രീതിയിൽ. എന്നാൽ താന്നു നിന്ന് ബോധത്തിന്റെ അസിസ്റ്റന്റായി മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വിളക്ക് കത്തിച്ച് നൈവേദ്യമൊക്കെ വെച്ച് ചില ജപിക്കും. നമ്മൾ ശബ്ദസ്പർശ രൂപം, മണിയടി, ധൂപം, ദീപം, കാഴ്ച, കേൾവി, 5 ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് നൈവേദ്യമൊക്കെ വെച്ചിട്ട് നമ്മൾ പൂജ കഴിച്ചിട്ട് ജപിക്കുന്നവരുണ്ട്. അപ്പം 5 ഇന്ദ്രിയങ്ങൾ അവിടെ വന്നു, അല്ലെ? ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. ഇപ്പൊ ഏകദേശം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് വേണം നമ്മളെ കരുണയോടുകൂടി ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്ത് എല്ലാവരോടും ക്ഷമിച്ച് കരുണാ തരംഗിരാക്ഷം ഭാഷാങ്കുശ പുഷ്പബാണ ജാപാം അനിമാതി വിരാവൃതാമയൂഹേ. അനിമാതി അഷ്ടൈശ്വര്യ സിദ്ധികള് ഒരു ശ്രീവിദ്യോപാസകന് കിട്ടും. ചെറുതാവാനും വലുതാവാനുള്ള കഴിവ്, ഉദ്ദേശിച്ച സ്ഥലത്ത് എല്ലാം ഉള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കഴിവുകൾ. ഇതൊക്കെ പൂപുരത്തിന് വെളിയിലാണ്, ബേസിക് ഗുണങ്ങളാണെന്നാണ് പറഞ്ഞത്. ശരിയായുള്ള ദേവി ഉപാസന ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഗുണങ്ങളിൽ വഴിതെറ്റി പോകാൻ പാടില്ല. കാരണം വലുതാവാനും ചെറുതാവാനും ഉദ്ദേശിച്ച സ്ഥലത്തെത്താനും ഒക്കെ ഉള്ള കഴിവ് ഒരു പ്രേതത്തിനുണ്ട്. നമ്മൾ മരിച്ചാൽ നമുക്ക് ഈ കഴിവ് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പൊ മരിച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലാനും. പക്ഷേ നമ്മളുടെ ശരീരം മാത്രം ഇല്ലാതെ വന്നാൽ ആത്മസാക്ഷാത്കാരം, ഹാപ്പി ആവാനോ പ്രാണനെ വളയ്ക്കാനോ തിരിക്കാനോ ഒടിക്കാനുള്ള കഴിവുകൾ പ്രേതങ്ങൾക്കില്ല. അവർ ശരീരത്തിൽ വന്ന് സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഫേസ് മറച്ചിട്ടിട്ടുണ്ട്. മിക്കവാറും നമ്മൾ ബാധകളെ ഒഴിപ്പിക്കുമ്പോൾ ഇത് വെളിയിൽ വന്ന് സംസാരിക്കും. അപ്പൊ അവര് പറഞ്ഞ നിങ്ങൾക്കൊക്കെ ബോറടിച്ചാൽ ആർക്കെങ്കിലും ഒരു അടിയെങ്കിലും കൊടുക്കാം, അത് പറ്റൂല എന്നാണ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മരിച്ചാലും നമ്മളുടെ എളുപ്പം നമുക്ക് ഈ മനോലോകത്ത് സഞ്ചരിക്കാനും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലാനൊക്കെ പറ്റും. പക്ഷെ അത് വലിയൊരു കുറവാണ്. ശരീരത്തിന്റെ വാല്യൂ 84 ലക്ഷം ജന്മം കഴിഞ്ഞ് തിരിച്ച് കിട്ടിയ ഈ ശരീരത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കണം. കാരണം നമുക്ക് മാറ്റി പ്രസന്തി വരാൻ പറ്റത്തുള്ളൂ. ആ ബാധകൾ എന്നെ ആരാണ്ട കൊന്നു, എനിക്ക് ആരാണ്ടെങ്കിലും കൊല്ലണം, അത്രേ ഉള്ളൂ. ശരീരം ഇല്ലാത്തതുകൊണ്ട് പ്രസന്റി വരാൻ പറ്റത്തില്ല. കാരണം ശരീരം ഉള്ളവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാഴ്ച എപ്പോഴും പ്രസന്റ് ആണ്. നിങ്ങൾക്ക് എന്നെ ഫ്യൂച്ചറിൽ കാണാൻ പറ്റുമോ? നോക്കി പാസ്റ്റിൽ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ?
പാസ്റ്റ് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? ടച്ച്, സ്മെല്ല്, സൗണ്ട്, കാഴ്ച, കേൾവി, ഇതൊന്നും ഇതൊക്കെ പ്രസന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പ്രസന്റിൽ വരാൻ നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ഉണർത്തിക്കൊണ്ട് ഇത് ചെയ്യുന്നത്. അപ്പം പുഷ്പമാണ് അനിമാതി ഫിരാവിടാമയുഹേ, ഈ അഷ്ടൈശ്വര്യ സിദ്ധികൾ നമുക്ക് കിട്ടും ശ്രീവിദ്യ ഉപാസകന്. പക്ഷെ അത് വഴിതെറ്റി പോകരുത്. പക്ഷെ അതൊരു ഭയങ്കര ഗുണമാണ്. അതുള്ളത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നടക്കും. മിനിമം നമ്മൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് നേടാൻ സാധിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെന്ന് ഞാൻ പറഞ്ഞു. അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, ഈ സിദ്ധികളുടെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മളത് ഭ്രമിച്ചു പോയി അവിടെ നിന്ന് പോയാൽ വഴിതെറ്റിപ്പോവും. സമാധി കുറഞ്ഞൊന്നും നമുക്ക് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റും. ദേവിയോട് ലയിക്കാൻ നമുക്ക് സാധിക്കണം. മരിക്കുമ്പോൾ ഇങ്ങനെ പ്രേതമായിട്ട് അലഞ്ഞിട്ട് നടക്കേണ്ടി വരും. സിദ്ധികളൊക്കെ കിട്ടിയിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമില്ലല്ലോ, അല്ലെ? എന്താണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറഞ്ഞ വിട്ട് ഒരാള് വെള്ളം താണ്ടി ഇവിടെ വന്നിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് പറഞ്ഞു, ഞാൻ ഈ വെള്ളത്തിന് മേലെ കൂടെ നടന്നാണ് വന്നത്, നിങ്ങൾക്ക് ഈ കഴിവ് വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ എത്ര വർഷം എടുത്തു ഈ സിദ്ധി കിട്ടാൻ? 30 വർഷം. പാവം, 30 വർഷം വെറുതെ കളഞ്ഞു. നിങ്ങൾ ഈ 30 വർഷം കൊണ്ട് നിങ്ങൾ നേടിയ കാര്യം ഞാനൊരു വള്ളക്കാരന് 1 രൂപ കൊടുത്ത് എന്നും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈശ്വരനെ അറിയേണ്ട സമയം വെറുതെ കളഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ടായി. കഷ്ടം, സഹതാപം തോന്നുന്നു പറഞ്ഞിട്ട് നമ്മൾ സിദ്ധികളിൽ മുഴുകി പോകാൻ പാടില്ല. അനിമാതി ഭിരാവൃടാമയുഹേ, അണിമാ ഗണിമ ഈശിത്വം വശിത്വം പ്രാകാമി ഭുക്തിസിദ്ധി ഇച്ഛാസിദ്ധി പ്രാപ്തിസിദ്ധി സർവകാമസിദ്ധി, ഇങ്ങനെ അഷ്ടൈശ്വര്യ സിദ്ധികളെല്ലാം ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ് ആ ദേവിയുടെ അല്ലെങ്കിൽ ആ സാധകന്റെ ഒക്കെ. ഇത് രണ്ടും രണ്ടല്ല എന്ന് പറയാം. ലാസ്റ്റ് ശുദ്ധ അദ്വൈതത്തിലാണ് ഇത് നിൽക്കുന്നത്. അദ്വൈത ഭാവത്തിൽ നിന്ന് വേണം ജപിക്കാൻ. അനിമാതി ഭിരാവൃടാമയൂഹേ, മയൂകം സൂര്യരശ്മി, പ്രകാശം, ദേവിയുടെ ആ ഭയങ്കരമായ പ്രഭ, പവർ, ശക്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, പ്രാണശക്തി. അനിമാതി ഭിരാവൃടാമയൂഹേ അഹമിത്യേവ വിഭാവേ ഭവാനി, ഞാൻ എന്ന രീതിയിൽ ദേവിയെ കണ്ട്, ഭവാനി ദുഃഖം ഭവം മാറ്റുന്നവളാണ് ഭവാനി ദേവി. ഭവാനി എന്ന് പറയുന്ന ദേവിയുടെ ഒരു പേരാണ് ഭവാനി. അപ്പൊ ദേവി പുരുഷാർത്ഥ പ്രദായിനിയാണ്. പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി എന്ന് പറയുന്നത്. അപ്പം പുരുഷാർത്ഥങ്ങള്, ധർമാർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ നേടിത്തരുന്ന ദേവിയാണെന്ന് ഓർപ്പിക്കുകയാണ് നമ്മൾ ഒന്നുകൂടെ ഋഷി. അത് ഓർത്തോണം. അതുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് സന്തോഷത്തോടു കൂടി ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. മാറും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആവും. അഫർമേഷൻസ് വർക്ക് ചെയ്യില്ല ഫ്യൂച്ചറിൽ, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല, പാസ്റ്റിൽ വർക്ക് ചെയ്യത്തില്ല. എന്റെ പ്രശ്നമെല്ലാം മാറി എന്ന് പറഞ്ഞാലും അത് സത്യമല്ലാത്തതുകൊണ്ട് പ്രാണൻ അതുവഴി വർക്ക് ചെയ്യത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. പ്രാണൻ ഫ്യൂച്ചറിലും തിരിഞ്ഞു നോക്കത്തില്ല. രണ്ടും ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. പ്രസന്റ് മാത്രമാണ് സത്യം എന്ന് പറയും. പ്രാണനെ വളയ്ക്കാനും തിരിക്കാനും ഓടിക്കാനും ഒക്കെ പ്രസന്റിലെ ഇന്ദ്രിയങ്ങളിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പറ്റൂ എന്ന് പറഞ്ഞു. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. പഞ്ചഭൂതങ്ങൾ, ജലതത്വം, ഭൂമിതത്വമായി ശരീരം പോയാൽ അത് പറ്റില്ല. വെറും മൈൻഡ്, അഗ്നി, വായു, ആകാശം മാത്രമായിട്ട് നമ്മൾ നിൽക്കും. അതുകൊണ്ട് പ്രസന്റിൽ നിന്നുകൊണ്ട് നമുക്ക് ജപിക്കാൻ സാധിക്കണം. ഞാൻ ദേവി തന്നെയാണ്, ദേവി ഞാനാണെന്ന്, അഹം തത്വമസി എന്ന് പറഞ്ഞ മഹാവാക്യമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ ദേവി തന്നെയാണ് എന്ന് പറയുമ്പോൾ ദേവി ഞാൻ സെപ്പറേറ്റഡ് അല്ല. ഞാൻ ദേവിനോ ഞാൻ വലിയ ദേവിയാണ്, അങ്ങനെ ഈഗോപരമായിട്ടല്ല. ദേവി ഞാനും രണ്ടല്ല. എൻ്റെ ഉള്ളിൽ ദേവി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ദേവിയാണ്. ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ എന്നുള്ള പ്രത്യേകത എവിടെ ഇല്ല. ഞാനൊരു ശ്രീധരൻ നമ്പൂരിയാണ് എന്നൊരാശയം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ദേവിയാണെന്ന് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കൺഫ്യൂഷൻസ് വരും. പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ ശ്രീധരൻ നമ്പൂരി ഇല്ല, ദേവിയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അഹം ഇത്യേ വിഭാവയെ ഭവാനി ആയില്ലേ. അതാണ് ഏറ്റവും സേഫ്. ഞാനില്ല, ദേവി എന്നിലൂടെ എല്ലാം ചെയ്യുന്നു. നമ്മൾ ജപിക്കുമ്പോൾ വശിനിയാദി വാഗ്ദേവതകളാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സഹസ്രാമം. അപ്പൊ അങ്ങനെ എല്ലാം ദേവിക്ക് സമർപ്പിക്കുക. എല്ലാം ചെയ്യുന്നത് ദേവിയാണ്, എല്ലാം ദേവിയാണ് എന്ന് പറയുമ്പോൾ ജപവും ദേവിയാണ് ചെയ്യുന്നത്. ദേവി തന്നെ ഉള്ളിൽ നിന്ന് ജപിക്കും. അമ്മയെന്ന് വിളിപ്പിക്കും. ബാധയൊക്കെ പോയി കഴിയുമ്പോൾ ദേവി ഉള്ളിൽ കയറുന്ന ആളുകൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെന്ന് വിളിക്കുക. ദേവിയാണ് വിളിപ്പിക്കുന്നത്. അതിനു മുമ്പ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ വിഗ്രഹം കാണുമ്പോൾ ചീത്ത വിളിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ പല ആൾക്കാർ ഇവിടെ ഉണ്ട്. തോന്നിക്കുന്നത് ബാധയാണ്. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് അതിനാ വെച്ചിരിക്കുന്നത്. അമ്പലത്തിൽ ദേവിയെ നോക്കി പച്ചത്തെറി വിളിക്കും. അപ്പൊ ആ ബാധ അങ്ങ് പോകും. അപ്പൊ ദേവിയെ നോക്കി അമ്മയെന്ന് വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവിയാണത്. അപ്പൊ ആ ദേവിയാണ് ശരിക്കും ഇത് ജപിക്കുന്നതും ജപിപ്പിക്കുന്നതും നമ്മളെയൊക്കെ ഇങ്ങനെ ഒത്തുകൂട്ടുന്നതും നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇത് കൊടുക്കുന്നതും. ഈ തിരിച്ചറിവ് പോയാൽ തന്നെ ഈഗോ മാറി, അഹങ്കാരം മാറി, അതിപരാശക്തി നമ്മളിൽ അവതരിച്ചു. നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിത വിജയം നമ്മുടേതാണ്. സമാധി വരെ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയിൽ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കരുണാതരംഗിതാക്ഷ്യം പാശാങ്കുശ പുഷ്പ ബാണചാപാം അണിമാതിപിരാവൃതാമയൂഹേ അഹമെത്യേവ വിഭാവേ ഭവാനി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജപം ആരംഭിക്കാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീമാത്രേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷേഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവതാ. ശ്രീമത്വാഗ്ഭവ കൂടേതി ബീജം മധ്യകൂടേതി ശക്തിഃ ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിധ്യാനം. ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധിദ്വാര സകല ചിന്തിത ഫലാവ്യാപ്തർത്തെ ജപേ വിനിയോഗഃ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത് ധാരാനായക ശേഖരാം സ്മിതമുഖീമാബീന വക്ഷോരുഹാം വാണിഭ്യാമളി പൂർണരത്നചഷകം രക്തോൽപലം വിഹ്രദീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേ പരാമംബികാം. ധ്യായേ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാദീം സകുങ്കുമ വിലേപനാമളിക ചുംബികസ്തൂരികാം സമന്ദഹസിദേക്ഷണാം സശരജാപപാശാങ്കുശാം അശേഷ ജനമോഹിനി മരുണമാല്യപൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിദൗ സ്മരേതംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം സുതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാതിപിരാവൃതാം മയൂഖൈ അഹമിത്യേവാവിഭാവയേ ഭവാനി. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂതാ ദേവകാര്യ സമുദ്ധ്യതാ ഉദ്യദ്ഭാനു സഹസ്രാഭാ ചതുർബാഹു സമന്വിതാ രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ ഗുരുവിന്ദ മണിശ്രേണി കനകോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാപ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഫലോചന നവചമ്പക പുഷ്പാഹ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ പാസുര കദംബ മഞ്ജരീകൃത്ത കർണപൂര മനോഹര താടങ്ക യുഗളീഭൂതത വനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭുഃ നവവിദ്രുമ ബിംബശ്രീന്യ കാരിരതനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജസല്ലാഭ മാധുര്യ വിളിത്വത്സിത കച്ഛബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചുബുക ശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ കുജാന്വിധ രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്വിധ കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തിനി നാഭ്യാലവാല രോമാളീലത ഫലകുചത്വയി രക്ഷലോമലധാധാരത സമുദ്ധയ മധ്യമ സ്തനഭാരദളൻ മധ്യപ്പെട്ട ബന്ധവലിത്രയ അരുണാരുണ കൗസുംഭ വസ്ത്ര പാസ്വത്കടീതടി രത്നകിങ്കിണി കാരമ്യ ദശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗ്രോപ പരിക്ഷിപ്ത സ്മര തൂണാഭജംഗിക ഗൂഢഗുൽപ കൂർമ്മ പൃഷ്ട ജയിഷ്ണു പ്രബധാന്വിത നഖദീദീതി സംചന്നന മജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ചിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതിഃ സർവാരുണ നവധ്യാംഗി സർവാഭരണ ഭൂഷിത ശിവാ കാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീന വല്ലഭ സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗ്രഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷി ഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ പണ്ഡാസുരവദ്യോദ്യുക്ത ശക്തി സേനാ സമന്വിത സംബൽക്കരി സമാരൂഢ സിന്ദൂര വ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി തിരാവൃത
ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാദ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിത്തവഗ്നി പ്രാകാരമധ്യഗ ഭണ്ഡ സൈന്യവദ്യോദ്യുക്ത ശക്തി വിക്രമശ്രിത നിത്യ പരാക്രമാടോപരീക്ഷണ സമുത്സുഖ ഭണ്ഡപുത്ര വദ്യോദ്യുക്ത ബാലാ വിക്രമനന്ദിത മാന്ത്രിണ്യംബാ വിരചിത വിശങ്കവദതോഷിത വിശുക്ര പ്രാണാഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർവിഘ്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്തവർഷിണി ഹരാങ്കുലിന ഗോൽപന്ന നാരായണ ദശാകൃതി മഹാപാശുപദാത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമത്വാഭവകൂടൈക സ്വരൂപാമുഖ പങ്കജ ഖണ്ഡാദ കടി പര്യന്ത അദ്യ കൂട സ്വരൂപിണി ശക്തി കൂടൈക താപന്ന അദ്യദോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂല കൂടത്രയ കളേപര കുളാമൃതൈക രസിക കുളസംഖേത പാലിനി കുളാംഗന കുളാന്തസ്ഥ കൗളിനി കുളയോഗിനി അകുളാ സമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാര ഭുജാരൂഢ സുധാ സാരാധിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസദന്തൂതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരധാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സ്വാതി ശരചന്ദ്ര നിഭാനന ശാധോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വര നീരാകാരാഘമദന നിർമ്മദാമദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപാപാപനാശിനി നിഷ്ക്രോധ ക്രോധ ശമനി നിർലോഭാലോപനാശിനി നിസംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാഭാര നിർഭേദാഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്ര കരുണ സമാനാധിക വർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോത്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാദകനാശിനി മഹാമായ മഹാസത്വ മഹാശബ്ദിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷ്ട്യുപചാരാഢ്യ ചതുഷ്ഷ്ടി കലാമയി മഹാചതുഷ്ഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യഗ ചാരുരൂപ ചാരുഭാസ ചാരുചന്ദ്ര കലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി
ധ്യാനധ്യാതൃദേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വബന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മികാ ദുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോശ്രീ ഗോവിന്ദ രൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യ പരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിഭന്ന ഭുവനാവലിഹി സഹസ്രശീർഷ വദന സഹസ്രാശി സഹസ്രപാത് ആ ബ്രഹ്മകീട ജനനി വർണ്ണാശ്രമ വിഹായിനി നിജാജ്ഞാരൂപ നിഗമ പുണ്യ പുണ്യ ഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജതൂളിക സകലാഗമ സന്തോഹ ശുദ്ധി സമ്പുട മൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദി നിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃത്യ ഹേയോപാദേയ വർജിത രാജരാജാചിതാരാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണത്കിങ്കിണി മേഖല രമാരാഗേന്ദു വദന രതിരൂപാരതി പ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമാരമണനപ്പട കാമ്യ കാമകലാരൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗദീകന്ദ കരുണാരസ സാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദ ജനനി വിഷ്ണു മായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞ പാലിനി ക്ഷേവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി അഗ്നിമണ്ഡലവാസിനി ഭക്തിമത്തൽപലതിക പശുപാശ വിമോചിനി സംഹൃദാശേഷ പാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ ഹനുമത്യ തമോപഹ ചിതിസ്ഥൽപദ ലക്ഷ്യാർത്ഥ ചിദേകര സ്വരൂപിണി സ്വാത്മാനന്ദല വിപൂത ബ്രഹ്മ്യ ധ്യാനന്ദ സന്തതിഃ പരാ പ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാദി ഹൃദജ്ഞാ കാമപൂജിത ശൃംഗാരസ സമ്പൂർണ ജയ ജാലന്ധര സ്ഥിത ഓഢ്യാന പീഡ നിലയ ബിന്ദു മണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണദർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിനി സാക്ഷിവർജിത ഷഡംഗ ദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്യ നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശിഖാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂല പ്രകൃതിര വ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ സ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദത മോഹേദ ഭാനുമദ്ഭാനുസന്തതിഃ ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ട പൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ശിജക്തി ചേതനാരൂപ ജഡ ശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തര സ്ഥിത നിസ്സീമ മഹിമ നിത്യ യൗവന മദശാലിനി മദഗൂർണിത രക്താക്ഷി മദപാടല ഗന്ധപുഹു ചന്ദനദ്രതിരിക്തംഗി ചാമ്പേയ കുസുമ പ്രിയ കുശല കോമളാകാര കുരുകുലാകുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗതൽപര സേവിത കുമാരഗണനാദാംബ തുഷ്ടി പുഷ്ടിർമതിർധൃതിഃ ശാന്തി സ്വസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാത മലയാചലവാസിനി സുമുഖി നളിനി സുഖ ശോഭനാസുരനായിക കാളകണ്ഡി കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണി
वज्रेश्वरी वामदेवी वयोवस्था विवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमादा यशस्विनी विशुद्धिचक्रनिलया रक्तवर्णा त्रिलोचना खट्वाङ्गादिप्रहरण वदनैकसमन्विता पायसान्नप्रिया कस्ता पशुलोकभयङ्करी अमृतादिमहाशक्ति संवृता दागिनीश्वरी अनाहदाब्जनिलया श्यामभावदनत्वया दर्श्वज्वला शमालाधिधरा स्तुतिरसंस्थिता कालरात्र्यातिसत्योक्तवृता स्निग्धोदनप्रिया महावीरेन्द्र वरदा रागिण्यम्बा स्वरूपिणी मणिपूराब्जनिलया वदनत्रय संयुधा वज्रादिकायुधो वेद रामिर्यादिपिरावृधा रक्तवर्णा मांसनिष्ठा गुडान्न प्रीतमानसा समस्त भक्त सुखदा लागिन्यम्बा स्वरूपिणी स्वादिष्टानाम्बुजगदा चतुर्वक्त्र मनोहर शूल्यधायुध संपन्न पीतवर्णादिगर्भिता मेधोनिष्ठा मधुप्रीदा हृद्दिन्यादि समन्विता दध्यन्नासक्त हृदया कागिनीरूपधारिणी मूलाधाराम्बुजारूढ पंचवक्त्रास्ति संस्थिता अंकुशादि प्रहरण परदादी निषेविता मुक्तौदनासक्त चित्ता सागिन्यम्बा स्वरूपिणी आज्ञाचक्राब्ज निलया शुक्लवर्णा षडानना मज्जा संस्था हंसवती मुख्य शक्ति समन्विता हरिद्रानैकरसिका आगिनीरूपधारिणी सहस्रदल पद्मस्था सर्ववर्णोपशोभिता सर्वायुधधरा शुक्ल संस्थिता सर्वतोमुखी सर्वौधन प्रेचति प्रीतचित्ता यागिन्यम्बा स्वरूपिणी स्वाहा स्वदा मधुर्मेधा श्रुति स्मृतिरनुत्तमा पुण्यकीर्ति पुण्यलभ्या पुण्यश्रवण कीर्तना पुलोमजार्जिता बन्धमोजिनी बर्बरामगा विमर्शरूपिणी विद्या वियादादि जगत्प्रसुः सर्वव्याधि प्रशमनि सर्वमृत्यु निवारिणी अग्रगण्य चिन्तिरूप कलिकल्मषनाशिनी कात्यायनी कालहन्त्री कमलाक्ष निषेविता ताम्बूलपूरितमुखी दाडिमी कुसुमप्रभा मृगाक्षी मोहिनी मुख्य मृडानी मित्ररूपिणी नित्यतृप्ता भक्ता निधुर्नियन्त्री निखिलेश्वरी मैत्रादिवासनालभ्या महाप्रलय साक्षिणी पराशक्ति परानिष्ठा प्रज्ञानखररूपिणी माध्वीपानालसामत्ता मातृका वर्णरूपिणी महाकैलास निलया मृणाला मृदुतोल्लदा महनीया दयामूर्ति महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविदा श्री षोडशाक्षरी विद्या त्रिगुणा कामकोडिका कडाक्ष किङ्करी पूदा कमला कोडि सेविधा शिरस्थिता चन्द्रनिभा फालस्तेन्द्रधनुप्रभा हृदयत्तारे विप्रख्या त्रिगोणान्तर दीपिका दाक्षायणी दैत्यहन्त्री दक्षयज्ञ विनाशिनी धरान्दोलित दीर्घाक्षी धराहास्वज्वलन्मुगी गुरुमूर्ति गुणनिधि को माता गुहजन्मकुः देवेशी दण्डनीतिस्था दहराकाशरूपिणी प्रतिपन्मुख्य रागान्तिथि मण्डल पूजिता कलात्मिका कलानादा काव्यालाभ विनोदिनी सजामर रमावाणी सव्य दक्षिण सेविता आदिशक्तिरमेयात्मा परमा पावनाकृतिः अनेक कोटि ब्रह्मांड जननी दिव्य विग्रह क्लींगारी केवला गुह्य कैवल्य पददायिनी त्रिपुरा त्रिजगत्वन्द्य त्रिमूर्तिस्त्रिदशेश्वरी त्रिक्षरी दिव्य गन्धाट्य सिन्दूर तिलकांशिता उमा शैलेन्द्र तनया गौरी गंधर्व सेविता विश्वगर्भा स्वर्गर्भा वरदा वागतीश्वरी दानगम्या परिच्छेद्य ज्ञानदा ज्ञान विग्रह सर्व वेदांत संवेद्य सत्यानंद स्वरूपिणी लोभा मुद्राक्षिता लीला गुप्त ब्रह्मांड मंडला अदृश्यादृश्य रहिता विज्ञाति वेद्यवर्जिता योगिनी योगदा योग्य योगानंदा युगधरा इच्छा शक्ति ज्ञान शक्ति क्रिया शक्ति स्वरूपिणी सर्वाधारा सुप्रतिष्ठा सदसच्रूपधारिणी अष्टमूर्तिरजा जैत्री योगयात्रा विधायिनी एकाकिनी भूमरूपा निर्द्वैता दुदवर्जिता
अन्नदा वसुधा वृद्धा ब्रह्मात्मैक्यस्वरूपिणी बृहदी ब्राह्मणी भ्रामि ब्रह्मानन्दाबिलिप्रिया आशारूपा बृहत्सेन भावा भावविवर्जिता सुखाराध्या शुभकरी शोभना सुलभागतिः राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजत्कृपा राजपीड निवेशित निजाश्रिता राज्यलक्ष्मी कोशनाथ चतुरंग बलेश्वरी साम्राज्यदायिनी सत्यसन्धा सागर लेखला दीक्षिता दैत्यशमनि सर्वलोकावशीकरी सर्वात्रदात्री सावित्री सच्चिदानंद रूपिणी देशकाल परिच्छिन्न सर्वका सर्वमोहिनी सरस्वती शास्त्रमयी गुहाम्बा गुह्यरूपिणी सर्वोपाधि विनिर्मुक्ता सदा शिवपति प्रदा संप्रदायेश्वरी स्वाति गुरुमंडल रूपिणी कुलोत्तीर्ण भगाराध्य माया मधुमतीमही गणाम्बा गुह्यकाराध्य कोमलांगी गुरुप्रिया स्वतंत्र सर्वतंत्रेशि दक्षिणामूर्ति रूपिणी सनकादि समाराध्य शिव ज्ञान प्रदायिनी चित्कलानंद कलिका प्रेम रूपा प्रियंकरी नाम पारायण प्रीदा नंदि विद्या नरेश्वरी मिथ्या जगदधिष्ठान मुक्तिदा मुक्ति रूपिणी लास्य प्रिया लेगरी लज्जा रेम्भादि वंदिता भवदाव सुधा वृष्टि आभरण्यदवकला दौर्भाग्यतूल वादूल जरान्द्वांतर विक्रफा भाग्याप्ति चंद्रिका भक्त चित्त खेकी घन घन योग पर्वत दंपोल मृत्युधारु पुडारिका महेश्वरी महाकाली महाग्रासा महाशना अपर्णा चंडिका चंड मुंडासुर निषूदिनी क्षराक्षरात्मिका सर्वलोकेशी विश्वधारिणी त्रिवर्गदात्री सुभगात्रीं व्यगातृगुणात्मिका स्वर्गापवर्गदा शुद्धा जपा पुष्पनिपाकृतिः ओजोवती द्युतितर यज्ञरूप प्रियव्रता दुराराध्या दुरादर्श पाडली कुसुम प्रिया महदी मेरु निलया मंदार कुसुम प्रिया वीराराध्य विराजोपा विरजा विश्वती प्रत्यग्रूपा पराकाश प्राणदा प्राणरूपिणी मार्तांड भैरवाराध्य मान्द्रिणीन्यस्त्राजतुः त्रिपुरेशी जयस्येन नैस्तज्ञ गुण्या परापरा सत्य ज्ञानानंद रूपा सामरस्यापनयना कबर्दिनी कलामाला काम दुःखामरूपिणी कलानिधि काव्य कला रसज्ञा रससेवदिः पुष्टा पुरादना पूज्य पुष्करा पुष्करेक्षणा परं ज्योति परं धाम परमाणु पराल्परा पाशहस्ता पाशहन्त्री परमन्द्र विभेदिनी मूर्ता मूर्ता नित्यतृप्ता मुनिमानसहंसिका सत्यव्रता सत्यरूपा सर्वाद्यरामिणी सधी ब्रह्माणि ब्रह्मजननी बहुरूपा बुधार्चिता प्रसवित्री प्रजनत्या प्रतिष्ठा प्रकटाकृतिः प्राणेश्वरी प्राणदात्री पञ्चाशल्पीडरूपिणी विशृङ्खला विविक्तस्था वीरमाता वियत्सुः मुकुंदा मुक्ति निलय मूल विग्रह रूपिणी भावज्ञा भवरोगज्ञी भवचक्र प्रवर्तिनी छंदसारा शास्त्रसार मंत्रसारा तलोदरी उदार कीर्ति रुद्धाम वैभव वर्णरूपिणी जन्म मृत्यु जरा तत्व जन विश्रांतिदायिनी सर्वोपनिषदुल्कुष्ट शांति तीरा कलात्मिका गंभीरा गगनांदस्थ गर्विदा गानलोलुभा कल्पना रहिता कांति प्रविद्यः कार्यकारण निर्मुक्ता केली तरंगिता कनल कनक ताडन लीला विग्रहधारिणी अजाक्षय विनिर्मुक्ता मुक्ताशित अंतर्मुख समाराध्य बहुर्मुख सुदुर्लभा त्रयी त्रिवर्ग निलया सुस्था त्रिपुरमालिनी निरामया निरालंबा स्वात्मरामा सुधा श्रुतिः संसार पंग निर्मग्न समुद्धरण पंडिता यज्ञ प्रिया यज्ञकर्ते यजमान स्वरूपिणी धर्माधारा धनाध्यक्ष धन धान्य विवर्तिनी विप्र प्रिया विप्ररूपा विश्वभ्रमणकारिणी विश्वग्रासा विद्रुमापा वैष्णवी विष्णुरूपिणी
അയോനി നിര്യോനി നിലയ കൂടസ്ഥാ കുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാന കലന കല്യ വിദഗ്ധ ബൈന്ധവാസന തത്വാധികാ തത്വമയി തത്വമത്വസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപ സവ്യ മാർഗസ്ഥ സർവഭദ്വി നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീരാ ധീര സമർച്ചിത ചൈതന്യാർത്ഥ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ ദുഷ്ട കരുണാദിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യ പരസ്മേ രാമഭുജ കൗലിനി കേവലാമുഖ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മസ്തിഹി വിശ്വമാതാ ജഗത്പുത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോധാരം പരമോധാ മനോമയി വ്യോമകേശി വിമാന വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുകിനി ധരാധര സുധാന ധർമ്മിണി ധർമ്മവർത്തിനി ലോകാതീത ഗുണാതീത സർവാതീത ശ്രമാത്മിക ബിന്ദുക കുസുമ പ്രജ്ഞ ബാല ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാദ്യ സുവാസിനി സുവാസിനർച്ചന പ്രീത ശോഭന ശുദ്ധം സാ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാന ജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശ്വരി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര്യ വാക്ഷിതാർത്ഥ പ്രദായിനി അഭ്യാസാതിശയജ്ഞാത സ്വരധ്വാദീത രൂപിണി അവ്യാജ കരുണാമൂർത്തിര ജ്ഞാനധ്വാന്ത ദീപിക ആബാല ഗോപ വിദിത സർവാനുലംഘ്യ ശ്വാസന ശ്രീചക്രരാജ നിലയം ശ്രീമിത്രപുരസ്കരി ശ്രീ ശിവ ശിവ സൈത്യക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവ്യ നാം സഹസ്രകം ജഗുഃ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം മഹാമന്ത്രസ്യ വശ്യന്യാദിവാക്യവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവത